ധന്യമീ ജീവിതം പതിവായി കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുമനസ്സുകൾക്ക് സ്വാഗതം പറയുന്നു. നമ്മളൊക്കെ ജീവിതത്തിൽ സംസാരിക്കുന്നവരാണ്. വീട്ടില്, പുറത്തേക്ക് പോയാൽ, ജോലി സ്ഥലത്ത് ഒക്കെ സംസാരിക്കുന്നവരാണ്. ആ സംസാരം വെച്ചാണ് നമ്മളെ ആളുകൾ വിലയിരുത്തുന്നത്. ഇങ്ങനെ വരുമ്പോൾ ശ്രോതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് വേറൊരു ദിവസം പറയാം. ഇന്ന് സംസാരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നാണ്. അതിന് പല രീതികളുണ്ട്. ആദ്യത്തേത് വാദം. ആ വാദം എന്ന് പറയുന്നത് കോടതിയിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ വാദം എന്ന് പറയുന്നത്. ഇന്ന കാര്യങ്ങളാൽ ഇന്ന വ്യക്തി കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു, വാദമാണ്. മറുഭാഗത്തെ അഭിഭാഷകൻ ആ കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ നടക്കേണ്ട വാദങ്ങൾ ഉണ്ട്. ഈ വാദങ്ങൾ നമ്മൾ കേൾക്കാറില്ല. താങ്കൾ പറഞ്ഞതിനൊരു മറുവശം ഉണ്ടെങ്കിൽ നല്ല പറയാം. ആവുന്നല്ല, നിങ്ങൾ പറഞ്ഞ ശരിയൊന്നല്ല. വാദം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ന്യായം പറയുമ്പോൾ ആ വ്യക്തി കൂടി ഏകദേശം അംഗീകരിക്കത്തക്ക വിധം ഇപ്പുറത്തുനിന്ന് സംസാരിക്കുന്നതിന്റെ പേരാണ് വാദം. ആകെ അഭിപ്രായ വ്യത്യാസമാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എതിർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അത് വാദമല്ല. ഞാൻ ഇന്നെന്റെ റെപ്രസെന്റേറ്റീവാ, എനിക്ക് ഈ ഭാഗം പറഞ്ഞേ പറ്റൂ. വേറെ ആളെ എതിർത്ത് അയാളെ ചീത്ത പറയുക, അയാൾ ഇങ്ങോട്ടും ചീത്ത പറയുക. 40 കൊല്ലമായിട്ട് ഞാൻ ഇന്ന കക്ഷിയിൽ നിൽക്കുന്ന ആളാ. പിറ്റേ ദിവസം കേൾക്കാം അയാൾ മാറി, ആ കക്ഷിയിൽ നിന്ന് മാറി. 10 മിനിറ്റ് വേണ്ട, കക്ഷി മാറി. വാദം ഇതല്ല. ഒരു ചെടി എടുത്തിട്ട് ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട്, മറുവശം ആ ഗുണങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു, ഇന്ന റിയാക്ഷൻ ഉണ്ട്, അപ്പൊ ഇയാളും അംഗീകരിക്കും. ശരിയാണല്ലോ. ഇതാണ് വാദം. നമുക്കത് കേൾക്കാറേ ഇല്ല. ഇനിയുള്ളതാണ് രണ്ടാമത്തെ സംവാദം. സംവാദം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഉയർന്ന മനസ്സുള്ള ഒരു വ്യക്തിയുമായിട്ട് നാം സംവാദത്തിൽ ഏർപ്പെടുന്നു. നമ്മുടെ സംശയം അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയും. സംസാരിക്കാൻ പോകുമ്പോ ചോദ്യവും ഉത്തരവും ഇനി അദ്ദേഹത്തോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറയും. ചോദ്യകർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ വിഷയത്തെ പറ്റിയേ ചോദിക്കാൻ പാടുള്ളൂ. അദ്ദേഹം എന്താ പറഞ്ഞ ആ വിഷയത്തെ പറ്റിയേ ചോദിക്കാവൂ. അല്ലാതെ ലോകത്തുള്ള കാര്യമൊക്കെ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുമോ? അത് ചോദ്യകർത്താവ് ശ്രദ്ധിക്കണം. സംവാദമാവുമ്പോ കൈ നീട്ടി നമ്മളൊരു സാധനം വാങ്ങുന്ന പോലെ, ഒരു പാത്രം നീട്ടി ആഹാരം വാങ്ങുന്ന പോലെ ഉന്നതനായൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് സംവാദം.
അങ്ങനെ ഇരിക്കെ എന്റെ വീട്ടില് വന്ന 2 യുവാക്കളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിന്റെ ഇടയ്ക്ക് ഒരാളൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല, മറുപടിയും പറഞ്ഞില്ല. അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മോടൊരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മോടൊരു ചോദ്യം ചോദിച്ചാൽ മറുപടിയും പറഞ്ഞില്ല, എതിർത്തതുമില്ല, ഒന്നുമില്ല, നിർവികാരം. മറ്റൊരാൾ എന്നെ വിമർശിച്ചു, കാര്യമായിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അയാൾ മറുപടി പറയില്ല എന്നൊരു വിമർശനവും ഞാൻ കേട്ടു. കാര്യമായിട്ട് ഒരു സംശയം ചോദിച്ചാൽ അതിന് റിപ്ലൈ പറയേണ്ട ബാധ്യതയില്ലേ? റിപ്ലൈ പറയാത്ത ഗുരുക്കന്മാരുണ്ട്. അവരെ മാതൃകയാക്കിയത് കൊണ്ടാണ് അതിന് റിപ്ലൈ പറയാതിരുന്നത്. കാരണം അതിന്റെ റിപ്ലൈ അറിഞ്ഞിട്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ യാതൊരു ആവശ്യവും ഇല്ലാത്ത കാര്യമാണ്. ഈ സംസാരിക്കുന്ന വ്യക്തിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൊരു ചോദ്യം ചോദിച്ചാണ്. ഇന്ന ആൾക്ക് 4 ശിഷ്യന്മാരുണ്ടെന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഉണ്ടെങ്കിൽ അവരുടെ പേര് പറ. 4 ശിഷ്യന്മാരുടെ പേരൊന്നും ഓർമ്മ ഉണ്ടാവില്ല. 5-മതൊരു ശിഷ്യൻ ഉണ്ടെന്ന് എന്നോടത്തേലും കേട്ടിട്ടുണ്ടല്ലോ. ആ വ്യക്തിക്ക് ഇപ്പൊ അറിയാമെന്നല്ല, ഈ പേരറിയാനോ അല്ല 5-മത് ശിഷ്യൻ ഈ ആളെ ഒന്ന് തോൽപ്പിക്കണം. ചോദ്യം ചോദിച്ചിട്ട് അതല്ല വേണ്ടത്, സംവാദം. മറ്റൊരാളെ അയാളൊരു പ്രമാണിയാന്നൊരു വിചാരമുണ്ട്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുക. അത് നിങ്ങൾ പറയാം, 1879 ആഫ്രിക്കയിൽ ഉന്ന സംസ്ഥാനത്ത് ആരായിരുന്നു ഗവർണർ? വേറെ എവിടെ ഉത്തരം കണ്ടുവച്ചിട്ട് ചോദ്യം ചോദിക്കുക. അയാൾക്ക് ഇപ്പൊ അറിയാൻ വേണ്ടിയൊന്നല്ല. അത്തരം സന്ദർഭങ്ങളിൽ സംവാദം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, പഞ്ചസാര ഇന്ന കടയിൽ കിട്ടും, ആ കടയിലല്ലാതെ വേറെ എവിടെയും കിട്ടില്ലേ സാർ എന്ന ചോദ്യം ചോദിക്കാം. അത് ചോദിക്കാം. പക്ഷെ ഇതിലേക്ക് ആവശ്യമില്ലാത്ത ചില കാര്യമുണ്ട്. പഞ്ചസാരയെ ഇല്ലാത്ത ഒരു രാജ്യമുണ്ടല്ലോ ലോകത്ത്, അവരെന്ത് ചെയ്യും? അത് ഇതിലേക്ക് വരണതല്ല. സംവാദം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ സംവാദം നമ്മളിപ്പോ കേൾക്കാറില്ല. സംസാരിക്കുന്ന ആളെ പരിഹസിക്കലും ഒക്കെയാണ് കേൾക്കുന്നത്. വാദമില്ല, സംവാദവുമില്ല. മൂന്നാമത് നമ്മൾ സമൂഹത്തിൽ കേൾക്കുന്നതിന്റെ പേരാണ് ജൽപ്പനം. അതിന്റെ പേര് ജൽപ്പനം എന്നാണ്. ഉയരണമെന്ന ആഗ്രഹമില്ല, മനസ്സിലാക്കണമെന്ന ആഗ്രഹമില്ല, തോന്നിയ കാര്യം ഒരു ശുദ്ധിയും ഇല്ലാതെ അങ്ങോട്ട് പറഞ്ഞു ആ ആളും കിട്ടും പറയും. ഇതാണ് ജൽപ്പനം. നമ്മുടെ ജീവിതത്തിലെ സമയം ജൽപ്പനങ്ങൾ കേട്ടിട്ട് വേസ്റ്റാക്കരുത്. ആവശ്യമില്ലാത്ത അർത്ഥശൂന്യമായ വാദത്തിലേക്ക് നമ്മൾ പോകണ്ട. സംവാദത്തിന്റെ മനോഹാരിത നാം മനസ്സിലാക്കണം. നമുക്ക് ഉത്തരവാദിത്വം. ചിലപ്പോ ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കേണ്ടി വരും. കാരണം ഒരു മറുപടി പറഞ്ഞാൽ പിടിച്ചു തൂങ്ങും. ആ വ്യക്തി പറഞ്ഞ വിഷയങ്ങളിൽ ഒതുങ്ങി നിന്ന ചോദ്യങ്ങളെ ചോദിക്കാവൂ, അല്ലാത്ത ചോദിക്കരുത്. പലരും
ആ ആൾക്കിപ്പോ ഇത് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അറിഞ്ഞിട്ടൊരു കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. കോൺവെർസേഷനിൽ നാം അനുഷ്ഠിക്കേണ്ട വളരെ കാര്യങ്ങൾ ഉണ്ട്. ധന്യമേ ജീവിതത്തില് പലപ്പോഴും അതേക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ശുദ്ധിയില്ലാതെ സംസാരിക്കുന്ന വ്യക്തികള് പറയുമ്പോഴോ ശ്രദ്ധിക്കണം. മറുപടി പറയുമ്പോഴും ചിന്തിക്കുന്നത് നല്ലതല്ലേ ഒന്ന് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് വാക്കുകൾ സംഭരിക്കണം.